എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഈ അധ്യായത്തിൽ യേശുക്രിസ്തു യഹൂദരുടെ വ്യർത്ഥമായ പരമ്പരാഗത മതാചാരങ്ങളെ വിമർശിച്ചുകൊണ്ട് ഭക്ഷണമല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നതെന്ന് പഠിപ്പിക്കുന്നത് നാം കാണുന്നു. തുടർന്ന് ഒരു കാനാന്യ സ്ത്രീ തന്റെ പുത്രിയുടെ വിടുതലിനായി വിശ്വാസത്തോടെ യേശുവിനെ സമീപിച്ചപ്പോൾ അവളുടെ വിശ്വാസത്തെ പ്രശംസിക്കുന്നതും പിന്നീട് അനേക രോഗികളെ സൗഖ്യമാക്കുന്നതും ഒരിക്കൽ കൂടി അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ച് 7000-ഓളം പേർക്ക് ആഹാരം നൽകിക്കൊണ്ട് ദൈവത്തിന്റെ കരുണയും ശക്തിയും പ്രകടിപ്പിക്കുന്നതായി നാം വായിക്കുന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ തലസ്ഥാന നഗരമായ ജെറുസലേമിൽ നിന്നുള്ള ചില പരീശന്മാരും ശാസ്ത്രികളും യേശുവിന്റെ അടുക്കൽ വന്ന് എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ പാരമ്പര്യം ലംഘിക്കുന്നതെന്നും അവർ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്നും പറയുന്നതായി നാം വായിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനയേക്കാൾ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ദൃഷ്ടിയിൽ മാനുഷികമായ പാരമ്പര്യം കൂടുതൽ പ്രാധാന്യമുള്ളതായിരുന്നു. ഭക്ഷണം കഴിക്കും മുമ്പ് കൈ കഴുകണമെന്ന് ദൈവകൽപ്പന ഇല്ലായിരുന്നു. പക്ഷേ മുതിർന്നവർ ഈ പാരമ്പര്യം ചേർക്കുകയും അത് ലംഘിക്കുന്നവരെ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് തുല്യമായി കണക്കാക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഭക്ഷണത്തിനു മുമ്പ് കൈ കഴുകാത്തതിലൂടെ യഹൂദ പാരമ്പര്യം ലംഘിച്ചുവെന്ന യേശുവിന്റെ ശിഷ്യന്മാർക്കെതിരെയുള്ള ആരോപണവുമായി സമീപിച്ച പരീശന്മാരോട് നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് നിങ്ങൾ സ്വയം ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്തിന് എന്ന് യേശുക്രിസ്തു അവരോട് മറുചോദ്യം ചോദിക്കുന്നതായി 3-ാം വാക്യത്തിൽ നാം കാണുന്നു. തന്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുയേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ലക്ഷ്യം വെച്ചുള്ള പരീശന്മാരുടെ ഈ ആരോപണത്തിന് മറുപടിയായി പരീശന്മാർ ചെയ്തു പോന്ന എല്ലാ ദൈവവചന ലംഘനത്തെയും കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. തങ്ങളുടെ പാരമ്പര്യം ക്രിസ്തു ശിഷ്യർ ലംഘിച്ചുവെന്ന് യഹൂദ പരീശന്മാർ ആരോപിച്ചപ്പോൾ പരീശന്മാർ തങ്ങളുടെ വ്യർത്ഥ പാരമ്പര്യം ദൈവവചനം ലംഘിക്കാനുള്ള ഒഴികഴിവായി ഉപയോഗിക്കുന്നുവെന്ന് കർത്താവ് വ്യക്തമായ തെളിവ് നിരത്തി സ്ഥാപിക്കുന്നതായി കാണാം. 4-ാം വാക്യത്തിൽ ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തിന് കൊടുത്ത കൽപ്പനകൾ ഉദ്ധരിച്ചുകൊണ്ട് ദൈവവചനം ലംഘിക്കുന്നതിനായി യഹൂദർ തങ്ങളുടെ പാരമ്പര്യത്തെ ദുരുപയോഗം ചെയ്തത് എങ്ങനെയാണെന്ന് കർത്താവ് തെളിയിക്കുന്നു. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നത് പുറപ്പാട് 20-ാം അധ്യായം 12-ാം വാക്യം, ആവർത്തനം 5-ാം അധ്യായം 16-ാം വാക്യം എന്നീ തിരുവെഴുത്തുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ അപ്പനെയും അമ്മയെയും ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ എന്ന് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 17-ാം വാക്യം, ലേവ്യ പുസ്തകം 20-ാം അധ്യായം 9-ാം വാക്യം എന്നീ തിരുവെഴുത്തുകളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു. ഒരുവന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ കൽപ്പനകൾ എത്ര ഗൗരവമുള്ളതായിരുന്നുവെന്ന് ഈ വേദഭാഗങ്ങൾ വെളിപ്പെടുത്തുന്നു. നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു എന്ന് 5-6 വാക്യങ്ങളിൽ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. കർത്താവ് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ശ്രദ്ധിക്കാം. മനുഷ്യർ തങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നതുകൊണ്ട് ദൈവം പ്രതീക്ഷിക്കുന്നത് അവർ പ്രായമാകുമ്പോൾ അവരെ പരിപാലിക്കുക എന്നതും അവർക്കുള്ള ചെലവുകൾ നൽകുന്നതും പ്രായമായ മാതാപിതാക്കളെ താമസിപ്പിക്കാൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇസ്രായേലിയർ തങ്ങളുടെ മാതാപിതാക്കളെ ഈ വിധത്തിൽ പരിപാലിക്കണമെന്ന് ദൈവം പ്രതീക്ഷിച്ചിരുന്നതായി യേശുക്രിസ്തു കാണിക്കുന്നു. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ പരീശന്മാരെ പോലെയുള്ള മതനേതാക്കൾ തങ്ങളുടെ സ്വത്തുക്കളോ പണമോ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന വഴിപാട് എന്നർത്ഥം വരുന്ന കോർബാൻ എന്നു പേരുള്ള ദാനമാണെന്ന് ആരെങ്കിലും പ്രഖ്യാപിക്കാൻ അനുവദിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇത് ഇന്നത്തെ കാലത്ത് നികുതി വെട്ടിക്കുവാൻ തനിക്കുള്ള സ്വത്തും വിഭവങ്ങളും മാറ്റിവെച്ചിട്ടുള്ളതാണ് എന്ന് കാണിക്കുന്ന കാപട്യത്തിനോട് തുല്യമാണ്. ആരെങ്കിലും തന്റെ അച്ഛനോടോ അമ്മയോടോ അവരുടെ അവശ്യ സമയത്ത് ക്ഷമിക്കണം, നിങ്ങളെ സഹായിക്കാൻ എനിക്കൊന്നും ബാക്കിയില്ല, നിങ്ങളെ സഹായിക്കാൻ ഉള്ളത് ഉൾപ്പെടെ എന്റെ പക്കലുള്ളതെല്ലാം ദൈവത്തിന് വഴിപാടായി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ സഹായിക്കാൻ നൽകേണ്ടിയിരുന്ന ധനം ചിലവാക്കാതിരിക്കാനുള്ള ഒരു മാർഗമായി മുതിർന്നവരുടെ പാരമ്പര്യത്തെ ദുരുപയോഗം ചെയ്തിരുന്നു. ഇങ്ങനെ പാരമ്പര്യത്തിന്റെ പഴുതുകൾ പ്രത്യക്ഷത്തിൽ അത്തരമൊരു വ്യക്തിയെ ഈ വിലയേറിയ വസ്തുവകകൾ മുറുകെ പിടിക്കുവാനും അവ ഉപയോഗിക്കാനും അനുവദിച്ചു. പകരമായി സാധനങ്ങൾ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണെന്ന് അവകാശപ്പെടുകയും ചെയ്യാം. പിന്നീട് കുർബാൻ എന്ന ഈ നേർച്ച അസാധുവാക്കി തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുകയും ചെയ്യാം. ഈ വിധത്തിൽ ചിലവ് ലാഭിക്കാനോ മാതാപിതാക്കളോടുള്ള നീരസ നിമിത്തമോ അവരെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്ക് ഒഴിവാക്കാനും ഈ കാപട്യം അവർ തുടർന്നിരുന്നു. അപ്പനോടോ അമ്മയോടോ പിടിച്ചു പറിച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശകന്റെ സഖി എന്ന് സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ ക്രിസ്തു ഈ കാര്യം ശക്തമായി ഉന്നയിച്ചുകൊണ്ട് അവർ പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സ്വന്തം പിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നും ഇങ്ങനെ മാനുഷികമായ സമ്പ്രദായങ്ങളാൽ ഇസ്രായേലിനോട് ദൈവം
ദൈവം വെളിപ്പെടുത്തിയ ദൈവവചനത്തെ അസാധുവാക്കിയിരിക്കുന്നുവെന്നും യേശു കർത്താവ് പറയുന്നു. വിലയേറിയ സ്വത്തുക്കൾ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങൾ ആ കൽപ്പന അനുസരിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടാൻ പരീശന്മാർ ആളുകളെ അനുവദിച്ചു. മാതാപിതാക്കളെ പരിപാലിക്കാൻ ആ സ്വത്ത് വകകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ഇത് ആളുകൾക്ക് ഒരു പഴുതുണ്ടാക്കിയിരുന്നു. ചുരുക്കത്തിൽ മാനുഷിക പാരമ്പര്യത്തോടുള്ള അനുസരണത്തിനായി മാതാപിതാക്കളെ ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന യഥാർത്ഥ ദൈവകൽപ്പന അനുസരിക്കാതെ കാപട്യത്തിലൂടെ അത് ലംഘിക്കുന്നത് കർത്താവ് ഇവിടെ തുറന്നു കാട്ടുന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുയേശു ഇസ്രയേലിൽ അന്ന് ആദരണീയരായിരുന്ന പരീശന്മാരുടെ മുഖത്ത് നോക്കി കപട നാട്ടിക്കാർ എന്ന് വിളിക്കുകയും ഇസ്രായേലിന്റെ കപടഭക്തിയെക്കുറിച്ച് യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് അവർക്ക് ബാധകമാകുന്നു എന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യേശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റിവെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷ കൽപ്പനയത്രേ എന്ന് യേശയ്യാ പ്രവചനം 29-ാം അധ്യായം 13-ാം വാക്യത്തിൽ കപടഭക്തിക്കാരായ ഇസ്രായേൽ ജനത്തെപ്പറ്റി യേശയ്യാ പ്രവചിച്ചതാണ് കർത്താവ് ഇവിടെ ഉദ്ധരിച്ചത്. ഇവിടെ യേശയ്യായിൽ നിന്നുള്ള ഈ വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ആ പ്രവചനം പരീശന്മാർക്ക് തികച്ചും അനുയോജ്യമാണ് എന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. സിനഗോഗുകൾക്ക് പണം നൽകുന്ന പാരമ്പര്യങ്ങൾ പരീശന്മാർ മാതാപിതാക്കളെ അവരുടെ അവശ്യ സമയത്ത് സഹായിക്കാതെ ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമായി ഉപയോഗിച്ചു. ഇത് ആദ്യം തെളിയിച്ചുകൊണ്ട് യേശയ്യാ തന്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെ ദൈവത്തോടുള്ള പരീശന്മാരുടെ സ്നേഹം കേവലം അധര സേവനം മാത്രമാണെന്നും അവർ ദൈവത്തെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്നില്ല എന്നും അവരുടെ ഹൃദയവും ആഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്നും യേശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനോട് പരീശന്മാരുടെ പ്രവൃത്തികൾ ചേരുന്നുവെന്നും കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ മാനുഷികമായ ഉപദേശങ്ങളും പാരമ്പര്യങ്ങളും അനുസരിക്കുന്നത് കൊണ്ട് പരീശന്മാരുടെ ദൈവാരാധനയ്ക്ക് യാതൊരു ഫലവുമില്ല എന്നും അവരുടെ മതകർമ്മങ്ങൾ വ്യർത്ഥമാണെന്നും അവയൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല എന്നും യേശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു ജനക്കൂട്ടത്തെ തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയും ഭക്ഷണത്തിന് മുമ്പ് കൈകൾ കഴുകുന്നില്ല എന്ന തന്റെ ശിഷ്യന്മാർക്കെതിരെയുള്ള പരീശന്മാരുടെ ആരോപണത്തെ ഒരു പഴഞ്ചൊല്ലിലൂടെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. പ്രദർശനത്തിനായുള്ള ബാഹ്യമായ ആചാരങ്ങളെക്കാൾ ഹൃദയത്തിൽ നിന്നുള്ളവയാണ് ഒരു മനുഷ്യന്റെ വിശുദ്ധി നിർണയിക്കുന്നത് എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നു. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് വായിൽ പ്രവേശിക്കുന്നതല്ല, മറിച്ച് വായിൽ നിന്നും പുറപ്പെടുന്നവയാണ് എന്ന് 11-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ഒരു മനുഷ്യരെ മലിനമോ പാപിയോ ആക്കുന്നത് ശാരീരിക അശുദ്ധിയോ ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമോ അല്ല, മറിച്ച് അവൻ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമാണ് എന്നാണ്. 10-ാം വാക്യത്തിൽ ഇത് ശ്രദ്ധിച്ചു കേൾക്കുവാനും മനസ്സിലാക്കുവാനും ജനക്കൂട്ടത്തോട് ആവശ്യപ്പെട്ടതിലൂടെ ബാഹ്യമായി ഉള്ളതിനേക്കാൾ ഹൃദയത്തിലുള്ള ആന്തരിക വിശുദ്ധിയുടെ മഹത്തായ മൂല്യം തിരിച്ചറിയാൻ യേശു അവരെ ക്ഷണിക്കുകയായിരുന്നു. പരീശന്മാർ അനുഷ്ഠിച്ചിരുന്ന ഉപരിപ്ലവമായ കാര്യങ്ങളല്ല, ഹൃദയത്തിൽ നിന്നുള്ള നിർവ്യാജമായ ഭക്തിയാണ് ദൈവമുൻപാകെ സ്വീകാര്യമെന്നും കർത്താവ് ജനക്കൂട്ടത്തോട് വിശദീകരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.